ഹായ് ഹലോ, നമ്മുടെ മഹിയുടെ മിന്നുകെട്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഡിസംബർ 29 കാത്തുകാത്തിരുന്ന കല്യാണം എത്തിയപ്പോഴത്തേക്ക് ഞാനും രക്ഷും തലേന്ന് തന്നെ നാട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടോ. പെരുമ്പാവൂർ വെച്ചിട്ടായിരുന്നു കല്യാണം. എപ്പോഴത്തെയും പോലെ തന്നെ ട്രെയിനിലായിരുന്നു യാത്ര. ഇപ്പോഴും നൈറ്റ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് പുറം കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്തവണ വിൻഡോ സീറ്റ് തന്നെ കിട്ടി. ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കിട്ടിയെന്ന് പറയാം. രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും മിന്നുകെട്ട് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് പള്ളിയിലെത്താൻ പറ്റിയത്. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് വൈകിപ്പോയി. അതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. വലിയ ആളും ബഹളമൊന്നുമില്ലാത്ത ചെറിയൊരു കല്യാണമായിരുന്നു. മഹിയെ വിവാഹ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരിൽ ഇളയ ആളാണ് മഹിയെങ്കിലും ആദ്യം കല്യാണം നടന്നത് അവളുടെയാണ്. അങ്ങനെ കേക്ക് കട്ടിങ്ങും വൈൻ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് സെക്ഷനിലേക്ക് കടന്നു. ചോറും ബീഫും ചിക്കനും മീനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. കല്യാണത്തിന് പോകുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം നമുക്ക് ഈ ഫുഡ് അടി കൂടെയാണല്ലോ. ക്രിസ്ത്യൻ കല്യാണമാകുമ്പോൾ പ്രത്യേകിച്ച്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മഹിയുടെ കസിൻസിൻ്റെ ഡാൻസ് പ്രോഗ്രാം സ്റ്റേജിൽ നടക്കുന്നത് കണ്ടത്. ഓടിപ്പോയി അതിൻ്റെ ഒരു വീഡിയോയും കൂടെ അങ്ങ് സെറ്റാക്കി. അങ്ങനെ മഹിയുടെ മിന്നുകെട്ട് നല്ല അടിപൊളിയായിട്ട് നടന്നു. ചേട്ടൻ്റെ വീട് പള്ളിയുടെ അടുത്തായിരുന്നത് കൊണ്ട് തന്നെ മഹിയുടെ കൂട്ടത്തിൽ ഞങ്ങളും വീടൊക്കെ പോയി കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ മഹിയുടെ വീട്ടുകാരൻ ടാറ്റ ബൈബയും പറഞ്ഞ് ഞാനും രക്ഷും അന്ന് വൈകിട്ട് തന്നെ കോയമ്പത്തൂരിലേക്ക് വണ്ടി പിടിച്ചു. പാലക്കാട് വരെ നമുക്ക് അക്സാപ്പിയുടെ കാറുണ്ടായിരുന്നു വരാനായിട്ട്. അവിടുന്ന് നമ്മളൊരു കോയമ്പത്തൂരിന് വണ്ടി പിടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അടുത്ത വിശേഷവുമായി വരുന്നവരെ ടാറ്റ ബൈ.